ഹായ്, നമുക്കിന്ന് പൊട്ടറ്റോ വെഡ്ജസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൊട്ടറ്റോ വെഡ്ജസ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ പൊട്ടറ്റോസ് ആണ്. അല്ലാതെ നമുക്ക് റെഡ് പൊട്ടറ്റോസും എടുക്കാം. ഫസ്റ്റ് നമ്മൾ പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഹാഫ് ആക്കുക. ഈ ഹാഫ് ആക്കിയതിനെ നമുക്ക് പിന്നീട് നടുക്കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത ഭാഗം വെഡ്ജ് പോലെ കട്ട് ചെയ്തെടുക്കുക ആംഗിളായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടറ്റോസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുക. സാധാരണ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് മാക്സിമം, ഞാനിന്ന് 10 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം നമ്മളത് ചെക്ക് ചെയ്യുക അതിൻ്റെ വേഗം. ആ സമയത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ മൈദ, 1 സ്പൂൺ വറുത്ത അരിപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലോർ, ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചേർക്കുന്ന പൊടികൾ ഗാർലിക് പൗഡർ ഗാർലിക് ഇല്ലെങ്കിൽ നമ്മൾ ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ, 1/2 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. പിന്നീട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒറിഗാനോ നമ്മൾ ബർഗറെല്ലാം ഉണ്ടാക്കാനായിട്ട് വീട്ടിലെപ്പോഴും സ്റ്റോക്ക് വെച്ചേക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇട്ടത്. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്റർ വാട്ടറി കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുക. അതായത് വെള്ളം പോലെ ഒഴുകി നടക്കണം, നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ. പിന്നീട് നമുക്ക് ഈ പൊട്ടറ്റോ കുക്കാവുന്ന സമയം കൊണ്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. പൊട്ടറ്റോ 80% കുക്കായ പൊട്ടറ്റോ നമ്മൾ എടുത്ത് ഡ്രെയിൻ ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് വെറുതെ മുക്കിയെടുക്കുക, ഇട്ട് കൊടുക്കുക. വെറുതെ മുക്കിയെടുക്കുക, അതായത് വളരെ തിന്നായിട്ടൊരു കോട്ടിങ് മാത്രം മതി പൊട്ടറ്റോയുടെ മുകളിൽ. ഒരു സൈഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേകാനായിട്ട് അനുവദിക്കുക. പതുക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പതുക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അത് സ്ട്രെയിനറിലോട്ട് മാറ്റാം. നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ട് ഈ പണികളെല്ലാം നമുക്ക് കഴിച്ചെടുക്കാം. ഈ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടറ്റോ നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഈവനിങ് ടൈമിൽ കുട്ടികൾ വരുമ്പോൾ ജസ്റ്റ് ബാറ്റർ ഉണ്ടാക്കുക. ഈ പൊട്ടറ്റോ ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ബാറ്ററിൽ മുക്കുക, വറുത്ത് കൊടുക്കുക. കുട്ടികൾക്ക് ഈസി ആയിട്ട് ഹോം മെയ്ഡ് പൊട്ടറ്റോ വെഡ്ജസ് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.